എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജീന വഴിസൈഡിൽ കിടക്കണ വിക്രത്തെ കാണുവാണ്. പെട്ടെന്ന് തന്നെ ജീന ഓടിച്ചെന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ജീന ഒന്ന് ഞെട്ടിപ്പോയി. വിക്രമാണല്ലോ എന്ന് ഓർത്തിട്ട് ആകെപ്പാട് ടെൻഷൻ, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പെട്ടെന്ന് തന്നെ ജീന എന്ത് ചെയ്യണം, വേദയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. ഈ സമയത്ത് വേദയെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം അപ്പുമോള് ഫോണിനകത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് വിളിച്ചിട്ട് കിട്ടാതെ ഇപ്പം ജീന എന്ത് ചെയ്യണം, ഒരു വിധത്തില് വിക്രത്തെ വലിച്ച് ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി ഇടുവേണം. അതിനുശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് രാധയെ വിളിച്ച് കാര്യങ്ങൾ പറയണം. അതെ, നീ അനുപമ ഹോസ്പിറ്റലിലേക്ക് വരണം, ഞാൻ അവിടെ ഉണ്ട്. വിക്രത്തിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയെന്ന് പറയണം. ആക്സിഡന്റോ? അതെ, നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാൻ പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, രാധ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയത്ത് വേദ അപ്പുമോളുടെ അടുത്തേക്ക് വന്നു. അതെ, കുറെ സമയമായല്ലോ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട്, ഇനി മതിയെന്ന് പറയണം. ശരി. അങ്ങനെ ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ട് അപ്പുമോള് പോകാൻ തുടങ്ങിയപ്പോൾ വേദ പറഞ്ഞു, ആഹാ അതാരാ ഫ്ലൈറ്റ് മോഡ് ആക്കിയെന്ന് ചോദിക്കുക. ഞാനാ. അതെ, ഇതെന്നോട് ചെറിയച്ഛൻ പറഞ്ഞു തന്ന കാര്യമാണ്. നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വേറെ കോളൊന്നും കയറി വരുമല്ല ഫ്ലൈറ്റ് മോഡ് ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറയണം. അമ്പടി കള്ളി, നീ കൊള്ളാലോ എന്നൊക്കെ വേദ പറയണം. പിന്നീട് അപ്പുമോൾ അങ്ങോട്ടേക്ക് പോവാം. വേദ മുറിയിലേക്ക് പോവുകയും ചെയ്തു. ആ സമയം ഹോസ്പിറ്റലിലേക്ക് ജീന വിക്രത്തിനെയും കൂടെ വരുവാണ്. അപ്പോഴേക്കും രാധ ഓടിയെത്തി. അങ്ങനെ അവർ വിക്രത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുവാണ്. ഈ സമയം ഡോക്ടർ നന്നായിട്ട് വിക്രത്തെ പരിശോധിച്ചു. ആ സമയത്തൊക്കെ വല്ലാത്ത ടെൻഷനിൽ ഇങ്ങനെ രാധ പുറത്ത് വയ്ക്കണം. ജീന പറഞ്ഞു, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, വിക്രത്തിന് ഒരു കുഴപ്പം ഉണ്ടായില്ലെന്ന് പറയണം. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. ഡോക്ടർ വന്നിട്ട് എന്ത് പറ്റിയാലും ചോദിക്കണം. അത് പിന്നെ ആക്സിഡൻ്റ് ആയിരുന്നു ഡോക്ടറെ എന്ന് പറയണം. ഇത് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. പെട്ടെന്ന് രാധ പറഞ്ഞു, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഡോക്ടറെ, എങ്ങനെയുണ്ട് വിക്രത്തിന്? കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല, എന്നാലും നോക്കട്ടെ, ഒബ്സർവേഷനിൽ കിടത്തണമെന്ന് പറയണം. ഇനിയിപ്പം വല്ല ബ്ലീഡിങ് ഉണ്ടാവോ അല്ലെങ്കിൽ വൊമിറ്റിംഗ് ഉണ്ടാവോ എന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് മതി, എന്നുള്ള ഒബ്സർവേഷൻ കിടക്കട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന് എന്നൊക്കെ ഡോക്ടർ പറയണം. അത് പറഞ്ഞിട്ട് ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴത്തേനും ജീന പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വിക്രത്തിൻ്റെ വീട്ടിൽ അറിയിക്കാമെന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ആദ്യം വേദയെ ഒന്നുകൂടെ വിളിച്ചു നോക്കാമെന്ന് പറയണം. ഇത് കേട്ടിഞ്ഞപ്പോൾ രാധ പറഞ്ഞേ, വേണ്ട, വേദയെ വിളിക്കേണ്ടെന്ന് പറയാം. അതെന്താ വേണ്ട, വേദയെ വിളിക്കേണ്ട, എന്നാൽ ഞാൻ വിക്രത്തിൻ്റെ വീട്ടുകാരെ വിളിക്കാമെന്ന് പറയും. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാധ ഒരു നിമിഷം ആലോചിച്ചു. കാരണം അന്ന് താൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കമല അമ്മ പറഞ്ഞത് കാര്യങ്ങളൊക്കെ, അവിടെ വേദ വിക്രത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രത്തിൻ്റെ ഭാര്യ വേദയല്ലേ, അവർ നോക്കട്ടെ, നീ അങ്ങോട്ടേക്ക് പോകണ്ട രാധേന്ന്. രാധയ്ക്ക് ദേഷ്യമായി. രാധ പറഞ്ഞ്, ഇപ്പോൾ ആരെ അറിയിക്കണ്ടെന്ന് പറയണം. നീ എന്ത് വർത്താനോ രാധെ പറയണേ, വിക്രം ഈ അവസ്ഥയിൽ കിടക്കുമെന്ന് പറയണ്ട, വേണ്ട, ഇപ്പം തൽക്കാലത്തേക്ക് ആരോടും പറയണ്ട, നീ പോയിക്കോ. അല്ല, അത് പിന്നെ ഇതാരോടെങ്കിലും പറയാൻ പോയിട്ടുണ്ട് പിന്നെ അറിയാലോ എന്ന് ഭീഷണിപ്പെടുത്തുവാണ് ജീന പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാം. രാധയുടെ മനസ്സിൽ പല പല ചിന്തകളും ഇങ്ങനെ കടന്നു വരുവാണ്. ഈ സമയത്ത് വേദ എന്തുക ഉറങ്ങാനായിട്ട് കിടന്നു. വിക്രയെ ചില ദിവസം താമസിച്ചില്ലേ വരത്തുള്ളൂ. അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വേദ പെട്ടെന്ന് ഒരു സ്വപ്നം കാണുവാണ്. വിക്രത്തെ ഇല്ലാതാക്കാനായിട്ട് SI സാബു വന്ന് വിക്രത്തിന് നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നത്. പെട്ടെന്ന് വേദ ഞെട്ടി കണ്ണോടെ നോക്കി കഴിയുമ്പോൾ വിക്രത്തെ കാണുന്നില്ല. ഇതെന്തുവരെ ഇത്ര സമയം വരാത്തെ? സമയം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറേയായി, ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നോർത്ത് വിളിക്കുവാണ്. ആ സമയം വിക്രം ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. രാധ വിക്രത്തിന്റെ കാലിച്ചൂടി തന്നെ ഇരിക്കുവാണ്. അപ്പോഴാണ് വേദയുടെ കോള് വരുന്നത്. രാധ പെട്ടെന്ന് എന്ത് ചെയ്തു, ആ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവൾ വിളിക്കണ്ട, നാളെ കഴിഞ്ഞ് കല്യാണം നടക്കുവാണെങ്കിൽ താൻ തീരുമാനിക്കും, നോക്കട്ടെ, അങ്ങനെ ഒരു കാരണവശാലും അവളുടെ കഴുത്തിൽ അവൻ താലി കെട്ടാൻ പോകുന്നില്ല എന്നൊക്കെ രാധ മനസ്സ് വിചാരിക്കുവാണ്. വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ വേദയ്ക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. വേദ അങ്ങനെ ഉറങ്ങാതൊക്കെ രാത്രി കഴിച്ചു കൂട്ടുവാണ്. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ നന്ദിനി മുറ്റടിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മുത്തശ്ശിയുടെ വരവ് അങ്ങോട്ടേക്ക്. അമ്മണിയച്ചമ്മ വരുന്നത്. അമ്മണിയച്ചമ്മ വന്നിട്ട് ഇതെന്താ നീ ഈ സമയത്താണോ മുറ്റടിക്കണം നിൽക്കും? അത് പിന്നെ അച്ഛമ്മ അകത്തെ പണിയൊക്കെ തീർന്ന് വന്നിട്ട് മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. എടീ, ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പെൺകുട്ടികൾ രാവിലെ എഴുന്നേറ്റ്, അല്ലാതെ ഉച്ചയാകുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്യണ്ടേ? അല്ല അച്ഛമ്മ എന്താ പിന്നെയും വന്നോന്ന് ചോദിക്കണം. അതെന്താടി എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് ചോദിക്കണം. അതല്ല അച്ഛമ്മേ, ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, അച്ഛമ്മ കഴിഞ്ഞ ദിവസം വന്നിട്ട് പോയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്താ എനിക്ക് പിന്നെയും വന്നുകൂടെ? എൻ്റെ കൊച്ചുമാരുടെ കല്യാണം വരുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ടേന്ന് ചോദിക്കുക. അപ്പോഴേക്കും വേദയും കമലയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അവരെ കണ്ടതും അച്ഛൻ വെച്ചു, ഇതെന്താടി ഒരുമാതിരി മരണ വീട് പോലെ, കല്യാണ വീടാകുമ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ വേണ്ടേന്ന് ചോദിക്കണം. അത് പിന്നെ അമ്മ അത്ര വലിയ ആഡംബരമായിട്ട് നടത്തുന്നില്ലോ, എന്നാലും ഇങ്ങനെയല്ലല്ലോ, ഇച്ചിരി ഊർജിതമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തണ്ടേന്ന് ചോദിക്കണം. ഈ സമയത്ത് വേദയുടെ മുഖം മാറി. നിന്റെ എന്തിയേ കെട്ടാൻ പോകുന്ന ചെക്കൻ അവൻ ഇങ്ങോട്ട് വിളിക്കും, ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറയണം.
അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു ഇവിടെ ഇല്ലാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു അതിന് അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, അവൻ മുങ്ങിയെന്നാ തോന്നിയെന്ന് പറയണം. മുങ്ങിയെന്നോ? ഇത് കേട്ടപ്പോൾ കമൽ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലമ്മേ, അവൻ ചിലപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ 1 ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുന്നേ, ഇതും അങ്ങനെ എങ്ങാണ്ടാ ശ്രീനിവാസ് സാറ് വിളിച്ചിട്ട് അങ്ങോട്ട് അവൻ പോയിക്കുന്നാന്ന് പറയണം. ആണോ? അങ്ങ് പരിപാലിക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു പിന്നെ അവൻ്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ലെന്നൊക്കെ പറയണം. വേദയ്ക്കാണ് ആകെപ്പാടെ സങ്കടം വന്നു. ഈ സമയത്ത് അവിടെ നോക്കി നന്ദിനി നോക്കിയിട്ട് മുത്തശ്ശി പറഞ്ഞു അതെ നീ എൻ്റെ ബാക്കി അകത്തേക്ക് കൊണ്ടുപോയി വെക്കാൻ പറയണം. അപ്പോഴേക്കും വിനായകൻ വന്നു. വിനായകനോട് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യടാ, നീ എൻ്റെ ബാക്കി അകത്തേക്ക് കൊണ്ടുപോയി വെക്കാൻ പറയണം. ആ സമയം വേദ പറഞ്ഞു ഞാൻ എടുത്തോളാം അച്ഛമ്മയെന്ന് പറയണം. അങ്ങനെ ബാക്കിയായിട്ട് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയം നന്ദിനി അകത്തേക്ക് കയറി പോകാൻ തുടങ്ങി. പറഞ്ഞു നീ ഇവിടെ നിൽക്കുക, നീയേ ബാക്കിയും കൂടെ അടിച്ചിട്ട് അങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറയണം. നന്ദിനിക്ക് ദേഷ്യം വന്നു. ഈ സമയം വിനായകൻ പറഞ്ഞു ഇനി നിനക്ക് കോളാടി മോളെ, നീ ഇവിടെ കിടന്ന് പണിയെടുത്ത് ഇഷ എണ്ണാറ് വരയ്ക്കുമെന്ന് പറയണം. അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പം നന്ദിനിക്ക് ഒന്നുകൂടെ അങ്ങോട്ട് ദേഷ്യമായി. ഈ സമയത്ത് വേദിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ ചെയ്യണ്ടേ? ഇതുവരെയായിട്ടും വിക്രത്തെക്കുറിച്ചൊരു വിവരമില്ല. പിന്നീട് വേദ ആകെപ്പാടെ വിഷമിച്ചെങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരിക്കുമ്പോൾ കമല അങ്ങോട്ട് വന്നു. പിന്നീട് കമലയോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേനും കമല പറഞ്ഞൊരു കാര്യം ചെയ്യുക, വിക്രത്തിനെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം. അപ്പോഴാണ് അനിയൻകുട്ടൻ്റെ കാര്യമൊക്കെ ഓർത്തെ. ആ രാജേട്ടൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് രാജേട്ടൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ രാജേട്ടൻ ചോദിച്ചു എന്താ വേദമോളേന്ന് ചോദിക്കാം. അത് പിന്നെ രാജേട്ടാ വിക്രം അവിടെ ഉണ്ടോയെന്ന് ചോദിക്കണം. വിക്രം വന്നിട്ടില്ലോ. അല്ല ഇന്നലെ വൈകുന്നേരം അവിടെ ഇല്ലായിരുന്നല്ലോ, ഇങ്ങോട്ടൊക്കെ വന്നില്ലോ എന്ന് പറയാം. അല്ല ഇനിയിപ്പോൾ ശ്രീനിവാസ് സാറിൻ്റെ വീട്ടിലെങ്ങാനും ആണോ? അതറിയില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ ശ്രീനിവാസ് സാറിൻ്റെ നമ്പർ തരാമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു അത് ഞാൻ വിളിച്ചു നോക്കിയാൽ സ്വിച്ച് ഓഫാ പറഞ്ഞതെന്ന് പറയണം. ആണോ? അങ്ങനെയാണ് ഞാൻ പുളിക്കേൻ്റെ നമ്പർ തരാം, അതിനകത്തേക്കൊന്ന് വിളിച്ചു നോക്കാൻ പറയണം. വിക്രത്തെ ഇവിടെ കണ്ടിട്ടില്ല, ഞങ്ങൾ വർക്ക്ഷോപ്പ് തുറന്നിട്ടും കൂടി ഇല്ലയെന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞ് വേദ കോള് കെട്ടിയുക. പിന്നീട് വേദ പുളിക്കൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. പിന്നീട് ചോദിച്ചു അല്ല ശ്രീനിവാസ് സാർ ഉണ്ടോയെന്ന് ചോദിക്കണം. ശ്രീനിവാസ് സാറിൻ്റെ മീറ്റിങ്ങില്ല. എന്താ വേദയെന്ന് ചോദിക്കണം. അപ്പോൾ വേദയാന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വിക്രത്തിൻ്റെ ഭാര്യയെന്ന്. അത് പിന്നെ വിക്രം വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാന്ന് പറയണം. ഇത് കേട്ടോ പുളിക്കൻ പറഞ്ഞു വിക്രം ഇങ്ങോട്ട് വന്നില്ലല്ലോ, ഇന്നലെ വൈകുന്നേരം ശ്രീനിവാസ് സാറ് എന്തോ ആവശ്യത്തിന് വേണ്ടി വിക്രത്തെ വിളിച്ചായിരുന്നു, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്തു, പിന്നെ വന്നില്ല. ശ്രീനിവാസ് സാറിനോട് ഞാൻ പിന്നെ ഇവിടെ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ സാറാ പറഞ്ഞ് വേണ്ട, എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുമായിരിക്കും, കല്യാണമൊക്കെ അല്ലേന്ന്, അതുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം വേദയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശരിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ്. ഈ സമയം ശ്രീജയും അപ്പുമോളും വിശ്വം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീജ ഫുഡ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പുമോൾക്ക് ഫുഡ് കഴിക്കാണ്ട്. അപ്പം വിശ്വം പറഞ്ഞു ഞാൻ വാരി കൊടുക്കാം മോൾക്കെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം എന്ത് ചെയ്യണം അപ്പുമോൾക്ക് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വേദ അങ്ങോട്ടേക്ക് വന്നു. വേദയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം ചോദിച്ചു എന്താ വേദ, എന്തോ പ്രശ്നമുണ്ടല്ലോ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കണം. വിശ്വത്തിന് സ്നേഹമുണ്ട് വേദയോടും വിക്രത്തിനോടൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു അത് പിന്നെ വിശ്വയുടെ ഇതുവരെയായിട്ടും വിക്രം വന്നിട്ടില്ലെന്ന് പറയണേ. വിക്രം വന്നിട്ടില്ലേ? ഇല്ല വന്നിട്ടില്ല. അവൻ എവിടെയെങ്കിലും പോയതായിരിക്കും, ഇങ്ങോട്ടേക്ക് വരും, നീ വിഷമിക്കൊന്നും വേണ്ട മോളെ എന്ന് പറയണം. അതല്ല എന്നാലും ഇത്ര സമയം ആ ശ്രീനിവാസാറിൻ്റെ കൂടെ എങ്ങനെ പോയതായിരിക്കും. ഇല്ല ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചു, അവിടെ ഇല്ലയെന്ന് പറയണം. അവിടെ ഇല്ലേ? ഫ്രണ്ട്സിൻ്റെ അടുത്തോ? അവിടെ ഇല്ലയെന്ന് പറയാം. ഇതോടൊപ്പം ശ്രീജ പറഞ്ഞു വിശ്വാണ് ഒന്ന് പോയി അന്വേഷിക്കാൻ പറയണം. ഞാൻ എവിടെ പോയി അന്വേഷിക്കാനായിട്ടാ? അല്ലെങ്കിൽ അവൻ എങ്ങോട്ടേലും പോയിട്ട് പറഞ്ഞിട്ടാണോ പോകുന്നത്? അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എവിടെ പോയി അന്വേഷിക്കാനെന്ന് ചോദിക്കണം. അതങ്ങനെ പറയരുത്, എവിടെയെങ്കിലും പോയി ഒന്ന് അന്വേഷിക്കാം, ഞാൻ നോക്കട്ടെ, 1-2 സ്ഥലം കൂടെ എനിക്കറിയാം അവൻ പോകുന്നത്, അവിടേക്ക് ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. വേദ പറഞ്ഞു ഞാനും കൂടെ വരാം. വേണ്ട ഇനിയിപ്പോൾ കല്യാണം കഴിയുന്നോടം വരെ നീ വീടിന് വെളിയിലേക്കൊന്നും ഇറങ്ങണ്ട, നീ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിശ്വം അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ സമയത്ത് വിക്രത്തിന് പതുക്കെ ബോധം ഉണ്ടാവണം. വിക്രം ഇങ്ങനെ കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറന്ന് ഇങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്ത് രാധ അടുത്തിരിക്കുന്നുണ്ട്. രാധ ചോദിച്ചു എങ്ങനെയുണ്ട് വിക്രം, ഇപ്പോൾ കുഴപ്പമുണ്ടോന്ന് ചോദിക്കുക. കുറവുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ഡോക്ടർ റൗൺസിന് വന്നു. ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇനി ഒബ്സർവേഷനിലേക്ക് മാറ്റാം, 1 ദിവസം അവിടെ നോക്കട്ടെ, അതിന് ശേഷം വേണേൽ വീട്ടിൽ വിടാമെന്നൊക്കെ പറയണം. പിന്നീട് ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറഞ്ഞ് നേഴ്സിനോട് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോകണം. ഈ സമയം വിക്രം പറഞ്ഞു എനിക്ക് പോകണമെന്ന് പറയാം. ഇപ്പോൾ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അതെ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിക്കുക. അതൊക്കെ പറഞ്ഞോളാം. വിക്രം ഇവിടെ സമാധാനത്തോടെ ഒന്ന് കിടക്കാൻ നോക്ക്. അതെ ഇപ്പോൾ ശരീരം ഒന്നും അനക്കരുത്, എങ്ങനെയുണ്ട് വേദനയുണ്ടെന്ന് ചോദിക്കണം. അതെ ബാക്കിലൊക്കെ നല്ല പെയിനുണ്ട്, കഴുത്തിനൊക്കെ നല്ല വേദനയുണ്ട്. ഈ മെഡിസിനോട് എടുത്ത് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് മയക്കം വരും, നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കോ, ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രാധ അവിടെ ഇരിക്കുകയാണ്. പിന്നീട് വിക്രം പറഞ്ഞു അത് പിന്നെ ഞാൻ എന്നാൽ വീട്ടിലേക്കൊന്നും വിളിക്കാമെന്ന് പറയണേ. ഇപ്പോൾ ഒരിടത്തേക്കും വിളിക്കേണ്ട, ഒരു കാര്യം ചെയ്ത് റെസ്റ്റ് എടുക്കുക, ഞാൻ പോയി വിക്രത്തിന് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരാം. അതുവരെ ഇവിടെ കിടന്ന് മയങ്കോളാനും പറഞ്ഞ് ആദ്യം അങ്ങ് എഴുന്നേറ്റ് പോകാൻ വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.